സത്യൻ വിജയത്തിന്റെ ഉയരങ്ങൾ കീഴടക്കിയിരിക്കുന്ന ഈ അവസരത്തിൽ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് സത്യൻ ഓർമ്മിക്കാൻ ഒരു കാരണവശാലും ആഗ്രഹിക്കാത്ത ആ ദിവസം. ஒட்டும் ஒரு சீன் கூட வந்து பார்த்தீங்கன்னா எங்கேஜிங்காகவே இல்லை. நல்லா இல்லை ப்ரோ, ஆவரேஜ் தான். ரஜினிக்கு ஒரு அண்ணா தப்பா, കമലുക്ക് ഒരു ഇന്ത്യൻ ടു. മുതലാളിയുടെ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ വേണ്ടി എനിക്ക് ഒരു അവസരം കൂടി തരണം. ഞാൻ താഴേക്കിടയിലേക്ക് ഇറങ്ങി വരാൻ തയ്യാർ. മനസ്സിലായില്ല? അതായത് ഇതൊരു എക്സ്പെരിമെന്റൽ സബ്ജക്റ്റ് ആണ്. എന്നെയാണ് ഞാൻ നായകനായിട്ട് കാണണേട്ടാ. എന്നെയാ? അയ്യന്റെ മോനെ, ഇതെങ്ങനെ സൂപ്പർ ഹിറ്റ് ആവോ അതോ മാറ്റിക്ക് തന്നെ ചുരുട്ടേണ്ടി വരും? ഞാൻ സൂപ്പർ ഹിറ്റ് ആക്കി എടുക്കൂടെ? ഹരികൃഷ്ണ, നമ്മളെ പടക്ക കമ്പനി കത്തിപ്പോയടാ. എടാ, എനിക്കതൊന്ന് കാണണ്ട തന്നെയാ. ഈ വില്ലനും ഗ്യാങ്ങും ഫാക്ടറിക്ക് അകത്തോട്ട് കയറി വന്ന് ഹീറോയുടെ ഫ്രണ്ട്സിനെ തല്ലുന്നതിന്റെ എൻഡില് ഹീറോയുടെ എൻട്രി ആണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നത്. IAS 5 പേരെ അധികം കമ്പനിയിൽ അതിന് മേലെ അനുപ്പ മാട്ടാങ്ക. പിന്നെ താനാരാ? അപ്പൊ ഞാൻ ആരാ നിങ്ങൾക്ക് അറിയണം? എന്നെ പറ്റി അറിയണോ? അത് നിങ്ങൾ എന്റെ ഫ്ലാഷ് ബാക്കിനെ പറ്റി അറിയണം. ഇതിന് മുന്നാടി IPS മറ്റ് കഥാപാത്രങ്ങൾ എന്നെ പൊക്കി പറയുന്ന ഒരു 10 സീനെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് 10 ഷൂട്ട് ചെയ്താണ് സാർ. പക്ഷെ 9 ഫൈറ്റും 7 സോങ്ങും എല്ലാം കൂടി പടം 4 മണിക്കൂറായപ്പോൾ കുറെ വെട്ടിക്കളയേണ്ടി വന്നു സാർ. ഈ ഹീറോയുടെ എൻട്രി എങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കൊണ്ടുവരാം? രാംചരൺ RC ഇങ്ങനെ പറന്നു വരിക, രാംരാജിന്റെ പരസ്യം. ഇയാൾ എന്റെ പണി കളയാനാണോ ഈ തോട്ടത്തിൽ മരുന്നടിക്കുന്ന കുന്ത്രാണ്ടം കൊണ്ട് ഇങ്ങോട്ട് വന്നത്? മലങ്കൾട്ടാണെന്ന് ആദ്യത്തെ സീൻ കഴിഞ്ഞ് രണ്ടാമത്തെ RCയുടെ രാംചരണിന്റെ ഇൻട്രോഡ് കൂടി തന്നെ എനിക്ക് കൺഫേം ആയി. ഈ കഥയുടെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര കോൺഫിഡന്റ്. പിന്നെ വീണ്ടും ആരംഭം ശങ്കറിന്റെ സ്ഥിരം പരിപാടി അരസിയൽ മുതലമിച്ചർ പയ്യോളി മിച്ചർ എന്നൊക്കെ പറഞ്ഞുള്ള പരിപാടിയാണ്. നീടെ ഇതൊന്നും നല്ല സാധനം, മനസ്സിലായില്ലേ? അതായത് ഇതൊരു എക്സ്പെരിമെന്റൽ സബ്ജക്റ്റ് ആണ്. ஆட்சியில அநியாயத்துக்கு இடம் கொடுக்க கூடாது. நீங்க பண்ணிட்டு இருக்கிற செட்டில்மெண்ட்டுங்க, ஆக்கிரமிப்புங்க, ரவுடிசம் அத்தனையும் நிறுத்திடணும். എല്ലാത്തിനെയും ടോപ്പ് ടു ബോട്ടം കറക്റ്റ് ചെയ്താൽ മാത്രമേ ഈ നാട് നന്നാവൂ. ആരെങ്കിലും ഇവിടെ നിയമം പാലിക്കുന്നുണ്ടോ? കുഞ്ഞിക്കാതർ ആൾക്കത് തലക്ക് സുഖല്ലേ? അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മൾ ഒരേ റൂട്ടിൽ ഓടുന്ന വണ്ടികളാണല്ലേ? എതുക്ക് நான் இன்னும் நீ கல்யாணம் பண்ணிக்காம இருக்க? അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയാ? അതെ. അവന്റെ സ്വഭാവം നിനക്ക് അറിയാത്തോണ്ടാ. അവൻ ഇവിടുത്തെ റൗഡിയാ. പെൺകുട്ടികളുടെ രക്ഷകൻ വിക്കി. ഇതാണ് ഇടിവെട്ട് ഇന്ദ്രജിത്ത്, മനസ്സിലായോ? ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഏത് പാതിരാത്രിക്കും സ്ത്രീകൾക്ക് സ്വൈരമായിട്ടും സമാധാനമായിട്ടും വിഹരിക്കാം. ഇങ്ങ പാரு, നീ மட்டும் IPS ആണ്. ലൈഫ് ലോങ് ഉൻകിட்ட பேச மாட்டேன். എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം. അതെനിക്ക് ഇഷ്ടമില്ല. ഞാൻ തെറ്റാണോ? ഇതല്ലോ റീസണാ സാർ. ജയറാമേട്ടന്റെ കാര്യം പറഞ്ഞാൽ ഈ കൂതറ വളിച്ച സൈഡ് റോഡുകൾ ചെയ്ത മറ്റൊരു മലയാള മെയിൻ സ്ട്രീം നടൻ കാണൂലേ? എനക്കെല്ലാം വെളിയില് ரொம்ப നല്ല പേര് ഇருக்கு. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? പഴം അവനുക്ക് തോല് എനക്കാ. இப்படி பார்த்தா விகாரமா இருக்காது? ஏதோ ஒரு CM மாவீர முனிமாணிக்கம் വന്ന് അടുത്ത കോമഡി. കടവുളെ, இந்த പൊന്നിനെ തപ്പാ നിനക്ക് കൂടാതെ എന്തെങ്കിലും പറയാണ്ട് മൊത്തോക്കി പറയണം. തല തിരിക്കാൻ പറ്റൂല. ഒരു വർഷത്തേക്ക് തല ചരിച്ചു വെച്ച് കെട്ടിരിക്കുക. കണ്ടപ്പോഴേ തോന്നി വശപ്പശ കാണുന്നു. ஸ்ட்ரைட்டா ரோட பார்த்து நடக்காம சைடா என்ன பார்த்துக்கிட்டே ஏண்டா நடக்குற? அந்த பக்கம் திரும்படா திருட்டம் உண்டா. അയ്യോ, മന്നിക്കണം. ഇന്ന തല തിരിയാതെ. എടാ പൂവാ, ഒന്ന് പിടിച്ചേ. ഈ വടക്കുമൊക്കെ എന്തത്തെ ഒന്ന് തെക്കോട്ട് തിരിച്ചിരുത്ത്. நான் பிறந்தப்போ எங்க அம்மா வயித்துல இருந்து സൈഡിലേ പിറന്നാനോ. ജന്മനാ അന്ധനും ബധിരനും എന്നൊക്കെ ഇത് ഞാൻ ആദ്യം കേൾക്കുക. എന്നാൽ ഇതൂടെ കേട്ടോ. തവളുടെ വയസ്സിലെ കൂടെ
സൈഡിലേ തവണ്ണന. ഈ അറിവ് എവിടുന്ന് കിട്ടി? അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം. നിങ്ങളുടെ തലയ്ക്കകത്ത് എന്താണ് ചെളിയാണോ? എനിക്ക് വയ്യ, ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ വയ്യ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. സാറേ മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. അത്രേ മതി.